നമുക്കിന്ന് കൊക്ക തുടങ്ങാം. കൊക്ക പഠിക്കാം. ചെറിയ മെഡിസിൻ അല്ലേ? 10 മിനിറ്റേ ഉള്ളൂ സമയം. അതിനുള്ളിൽ പറയൂ. വായിച്ചോളൂ. സോൾ ഓഫ് റെമഡീസ്. ആ ഓക്കെ. ഷെയർ ചെയ്യണോ മാം? പറഞ്ഞാ മതി. ഓക്കെ. ഒരു സെക്കൻഡ്. ഓക്കെ, ഞാൻ വായിക്കുകയാണേ. Coca belongs to the group of drug remedies. Its miasmatic range is between psychosis and നെറ്റ് പോയോ നസീമ? ഹലോ, ഹലോ. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ വിളിച്ചു നോക്കട്ടെ. എന്തോ നെറ്റ് പ്രോബ്ലം വന്നു കേട്ടോ. അപ്പൊ റീജോയിൻ ചെയ്യും. ഞാൻ പറയട്ടെ. കൊക്ക, സമയം പോണു. ഈ കൊക്ക എന്ന് പറയുന്നത് മാൽപിജിയൽസിലെ മാൽപിജിയൽസ് എന്ന് പറഞ്ഞ ഓർഡറിൽ നിന്നാണ് കൊക്ക എന്നുള്ള ഒരു ഡ്രഗ് ഉണ്ടായിരിക്കണേ. അപ്പൊ കൊക്ക നമുക്കൊക്കെ അറിയണം മൗണ്ടനേഴ്സ് റെമഡി അല്ലെ? എന്തിനാണ് ഈ മൗണ്ടനറിങ് ഒരു ആൾക്കാര് എന്തിനാണ് ഇത് യൂസ് ചെയ്യണതെന്ന് വെച്ചാല് അതിന്ന് ഓക്സിജൻ നല്ലോണം സെൽസ് നിന്ന് റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊക്കയ്ക്ക് ഉണ്ട്. അതിന്നാണ് ഈ കൊക്കൈൻ ഉണ്ടാക്കണേ ഡ്രഗ്. അപ്പോൾ അത്രയും ഒരു എനർജി കിട്ടുന്ന ഒരു മെഡിസിൻ ആണത് കൊക്ക. അപ്പോൾ എന്തിനാണ് കൊക്കയുടെ മെയിൻ ഒരു നമുക്കൊരു മൈൻഡ് പാർട്ട് എടുക്കുകയാണെങ്കിൽ എന്താണ് കൊക്കയുടെ ഒരു ആക്ഷൻ എന്ന് വെച്ചാൽ കൊക്കയ്ക്ക് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും ദി ബെസ്റ്റ് ലൈഫിൽ അച്ചീവ് ചെയ്യണം എന്നുള്ളത് തോന്നലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ഡിസീസ് പത്തോളജിയിലേക്ക് എപ്പോഴാണ് വരുന്നത് വെച്ചാൽ ഡിസീസ് ലെവലിലേക്ക് എപ്പോഴാണ് വരുന്നത് എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഡോക്ടർമാരുടെ മക്കളെ ഡോക്ടർമാരാന്ന് പറയുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഒരു എക്സാമ്പിൾ ആണേ, നീറ്റ് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു, നന്നായി ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷെ അത് ഫെയിൽ ആവുന്ന ഒരു അവസ്ഥ അതവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അവരെന്താ വെച്ചാൽ ലൈഫിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യും, ഹാർഡ് വർക്ക് ഭയങ്കര ഹാർഡ് വർക്കായിട്ട് വരും. പിന്നെ അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഹയർ പൊസിഷനിലേക്ക് എപ്പോഴും എത്തുക, ഹയർ ആയിട്ട് അച്ചീവ് ചെയ്യുക, ഫുൾ ഓഫ് ഡിസയർ ആണ്, ഡിസയർ ഗ്രാൻഡ്യൂർ, ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്ക് എത്തുക. അപ്പൊ ഇനി ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് വരുന്ന ക്രിറ്റിസിസം അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാൽ അവരൊരു ഫെയിലിയർ സ്റ്റേറ്റിലേക്ക് പോകും. സ്റ്റിൽ അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ഹൈ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ്. റെസ്പോൺസിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള മെഡിസിൻസ് ആണ് കൊക്ക. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വർക്ക് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫീലിങ്ങിലേക്കും പോവും. എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ എക്സ്പെക്റ്റേഷനിലുള്ള ലൈഫിലേക്ക് എത്താൻ പറ്റിയില്ല, ഹയർ ആയിട്ട് പോകണം, ഉയരങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ ഇതാണ്. അപ്പോൾ ഉയരങ്ങളാണ് ഏറ്റവും ഇഷ്ടം, ഏറ്റവും സക്സസ് വേണമെന്ന് ആലോചിക്കുന്ന മെഡിസിനാണ് കൊക്കെ. അപ്പൊ എന്താന്ന് വെച്ചാൽ അത്രയും തന്നെ ഫിയർ ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫോളിംഗ് എന്നായിരിക്കും പേഷ്യന്റ് പറയാം. ഇത് രണ്ടും കൂടുതലായിട്ട് കാണാം.
അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഭൂമിയിലേക്ക് വന്നുല്ലോ, ഈ ഒരു ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഇംപ്രിന്റ് അവിടെ വേണം. എപ്പോഴും നമ്മൾ ആ ഒരു സ്റ്റാമ്പ് അവിടെ വേണം, ആ ഒരു മാർക്ക് അവിടെ വേണം. ഇതായാലും അവരുടെ ഇന്നർമോസ്റ്റ് ഫീലിംഗ്. കൊക്ക എനിക്കറിയില്ല എത്ര പേര് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് പോലെ ഒരു ക്രോൺസ് ഡിസീസ് നല്ല റിസൾട്ട് വിത്തിൻ ഒരു 1 മന്തിന് കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം എന്ന് വെച്ചാൽ ഓൾവേസ് എങ്ങനെ ഹയർ ലെവലിലേക്ക് എത്താം, അത്രയും അധികം ഹാർഡ് വർക്ക് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ്, ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നും അവർക്ക് പറ്റിയില്ലെങ്കിലോ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ വളരെയധികം ബാക്ക്വേർഡ് പോകും. അവർക്ക് വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ സെൽഫ് എക്സ്പ്രഷൻ ഇത്തിരി പ്രശ്നമാണ്. നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റാതിരിക്കുക. അതുപോലെ ഈ ഒരു ജേർണിയിൽ ആങ്കർ എലിമെന്റ് ഒക്കെ കുറെ വരാം, അതൊക്കെ ഇവര് സപ്രസ് ചെയ്യും. പിന്നെ വല്ലാണ്ട് ഇങ്ങനെ സോഷ്യലി അവർ ആക്റ്റീവ് ആവണമെന്നില്ല, അവരെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ സെൻസ് ഓഫ് ഫെയിലിയറും ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സമയം വന്നു കഴിഞ്ഞു ഇവർക്ക് ഇതൊന്നും മീറ്റപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ ആൽക്കഹോൾ അഡിക്ഷൻസിലേക്കൊക്കെ പോവാം. അപ്പോൾ ഒരു ഭാഗത്ത് ഹാർഡ് വർക്ക് ഹയർ ആയി തീരണം, മറ്റേ ഭാഗത്ത് എനിക്ക് പറ്റിയില്ല അഡിക്ഷൻസ്. അപ്പോൾ ഒരു ഭാഗത്ത് ഓവർ റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കും. നെക്സ്റ്റ് സ്റ്റേജ് വരുമ്പോൾ ലോസ് ഓഫ് കൺട്രോൾ ഓഫ് മൈൻഡ് കൈ വിട്ടു പോണ പോലെ അപ് ടു ഇൻസാനിറ്റി വരെ. അപ്പം ഞാനിപ്പം പറഞ്ഞ ക്രോൺസ് കേസിൽ പാനിക് ഡിസോർഡേഴ്സ് ഉണ്ടായിരുന്നു, ഭയങ്കര ആങ്സൈറ്റി ഉണ്ടായിരുന്നു. എന്തിനാണ് ആങ്സൈറ്റിക്ക് കൊടുക്കുന്ന മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നതിന് പകരം എന്ത് ആങ്സൈറ്റി വന്നാലും പഠിക്കാന്ന് വെച്ചാൽ ഹൈ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാതെ വരുമ്പോഴുള്ള ഫെയിലിയേഴ്സ് വന്നിട്ടുള്ള ആൾക്കാർ അവരെങ്ങനെയായിരിക്കും, ജസ്റ്റ് ആ ഒരു ഹൈ ലെവല് സ്വപ്നം കണ്ട് നടക്കല്ല, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എന്തുകൊണ്ടോ അവർക്കത് എത്താതിരിക്കുമ്പോൾ പാനിക് സിറ്റുവേഷനും ആൻസൈറ്റിയൊക്കെ കൂടുതലുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേജ്, ഈ ഓവർ റെസ്പോൺസിബിലിറ്റി സക്സസ് രണ്ടാമത്തെ സ്റ്റേജ് അവർക്ക് എത്തിപ്പെടാതിരിക്കുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഒരുപാട് വിത്ഡ്രോവൽ സിംറ്റം, കാറ്ററ്റോണിക് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ വരും. ലോസ് ഓഫ് കൺട്രോൾ കംപ്ലീറ്റ്ലി അവർക്ക് നഷ്ടപ്പെടും. അപ്പോൾ നെർവസ് ഡിസോർഡേഴ്സിന് നല്ലോണം യൂസ് ചെയ്യാം ഈ മെഡിസിൻസ്. പിന്നെ രണ്ടാമത്തെ കാര്യം, റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ മാറി ശരിക്കും ഒരു വിത്ഡ്രോവൽ സിംറ്റംസ് നല്ലോണം കാണാൻ പറ്റും. അപ്പം ഇതിൽ ഒരു കാൽസ്യം ലൈൻ റോ 4 ത്രൂ ഔട്ട് നമുക്ക് മനസ്സിലാവും. ഒരു പേഷ്യൻ്റ് ത്രൂ ഔട്ട് റോ 4 കാണിക്കുന്നു. റോ 4 എന്ന് പറയുന്നത് ബ്രെഡ് ആൻഡ് ബട്ടർ. ഈ ബ്രെഡ് ആൻഡ് ബട്ടറിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യും, വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് നെർവസ് ബ്രേക്ക് ഡൗണിലേക്ക് പോകുമ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അവർക്ക് അവരുദ്ദേശിച്ച തരത്തിൽ ലൈഫ് എത്തിക്കാൻ പറ്റാതിരിക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ഹയർ പത്തോളജീസ് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് കൊക്ക. വളരെ സിമ്പിൾ അല്ലേ, ഒന്നുമില്ല കൊക്കയ്ക്ക്. പക്ഷേ നമ്മൾ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. കാരണം ആദ്യം റോ ഉറപ്പിക്കണം, റോ 4 ആണെന്ന് ഉറപ്പ് വരണം നമുക്ക്. ആ പേഷ്യൻ്റ് റോ 4 ആണ്, ഹൈലി സെൻസിറ്റീവ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്, ഭയങ്കരമായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. ഇപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് നമ്മൾ അവരെ ബോധിപ്പിക്കണ്ട ജീവിതത്തിൽ ഇന്ന ഒരു ഹയർ ലെവലിലേക്ക് എത്തണം എന്നുള്ളത്. അത് അവരുടെ ഡ്യൂട്ടിയാന്ന് വിചാരിച്ചിട്ട് തന്നെ അവർ ചെയ്യും. ചെയ്യുമ്പോൾ ഒരിക്കലും അവർക്ക് ഡിസയർ ഫോർ ഗ്രാൻഡ്, കുറേ കുട്ടികൾ അങ്ങനെ പറയണ കേൾക്കാറുണ്ട് ഞാനത്. അതൊരു ഇമാജിനേഷനോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളതൊന്നുമല്ല, സ്വന്തം തോന്നുന്നത് എനിക്ക് അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിപ്പെടണം. ഇപ്പം നമ്മളിപ്പോൾ ഈ ഡോക്ടർമാരുടെ മക്കളാന്ന് വിചാരിക്കും, നീറ്റ് എഴുതുമ്പോഴൊക്കെ കാണാറുണ്ട് അവർ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും. അവർക്കൊരു വിഷൻ ഉണ്ട് അപ്പം തന്നെ, ഇന്നതായി തീരണമെന്ന്. അതുപോലെ അവർ അപ്പം തന്നെ സെറ്റ് ചെയ്യും, ലൈഫിൽ ഇന്നതൊക്കെയാണ് എൻ്റെ ലക്ഷ്യങ്ങളെന്ന് വിചാരിച്ച് അത് വർക്ക് ചെയ്യും. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് ഈ കൊക്ക എന്നുള്ള ഒരു ഇതിൽ വരിക. അപ്പോൾ ഈ ഒരു കൊക്ക എന്നുള്ള മെഡിസിനാണ് കൊക്കൈൻ ഉണ്ടാക്കുന്നത്. ഒരു സ്റ്റിമുലന്റ് ഡ്രഗ് ആണല്ലോ കൊക്കൈൻ. അപ്പോൾ ഈ ഒരു ഇതിന് ഹൈറ്റിലേക്ക് കയറുമ്പോൾ ഓക്സിജൻ ഒരു ഡിപ്രൈവ്ഡ് കണ്ടീഷൻസിലൊക്കെ കൂടുതലായിട്ട് ഓക്സിജൻസ് നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ ഓക്സിജൻ റിലീസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ഈ ഒരു ഡ്രഗ് അല്ലെങ്കിൽ അതിൻ്റെ ഇല ചവച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. ഈ റെമഡിക്ക് പ്രോബ്ലം വിത്ത് ഹൈറ്റ്സും ഉണ്ട്, മൈൻഡ് ലെവലും പറയാം,
അതുപോലെ ഫിസിക്കൽ ലെവലിലും വരാം. ഫിസിക്കൽ ലെവലിൽ ഹൈറ്റിൽ കയറുക എന്ന് പറയുന്നത് ഹാർഡ് വർക്കിംഗ് ആണ്. അവർ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്, യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അതർ സൈഡ് എന്ന് പറയുന്നത് മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഹയർ ലെവലിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടങ്ങൾ. കിങ് ഓഫ് ദി വേൾഡ് ആണെന്ന് തോന്നും. ഞാൻ ആ ഒരു കേസ് ചെയ്യുമ്പോൾ നസീമൻ്റെ അടുത്ത് പറഞ്ഞത് സൾഫറാണോന്നാ. യെസ്, കിങ് ആണ്. ഞാൻ കിങ്ങാന്നുള്ളൊരു തോന്നൽ വരും. പക്ഷെ സൾഫറിന് ഒരു മെറ്റീരിയൽ ഇതുമില്ല അതിൽ. സൾഫർ ജസ്റ്റ് ബിഗിനിങ് സ്റ്റേജാണ്. ജസ്റ്റ് ഞാൻ ആരൊക്കെയാണെന്ന് തോന്നുന്നേ ഉള്ളൂ. അതിലൊരു ക്ലാരിറ്റി ഒന്നുമില്ല, അല്ലെങ്കിൽ അതിനൊരു എന്താ പറയാ, കാമ്പില്ല എന്ന് പറയില്ലേ. കൊക്കയ്ക്ക് അങ്ങനെയല്ല, ശരിക്കുള്ള ഡയറക്ഷൻ ഉണ്ട്. അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് അതിനുള്ള സ്റ്റഫ് ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്താൽ സക്സസ്സിലേക്ക് എത്താം. പക്ഷെ ഹാർഡ് വർക്കും ഭയങ്കരമായിട്ട് ഫിസിക്കൽ ടോർച്ചറാണ്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ടോർച്ചർ. അത്രയധികം അവർ ഹാർഡ് വർക്ക് ചെയ്യും. അതർ സൈഡ് എന്ന് പറയുന്നത് ഇതെല്ലാം വിട്ടിട്ടൊരു പാനിക് സിറ്റുവേഷനിലേക്കും അവർ വരാം. വളരെ സിമ്പിൾ. ഒരു മെഡിസിൻ പഠിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടോ അല്ലേ? ഒരു സംശയമില്ല. റയർ മെഡിസിൻ ആയോണ്ടാവും അല്ലേ? റയർ അല്ല, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും അല്ലേ? പറയൂ, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ. എനിക്കിത് നേരത്തെ അവസാനിപ്പിക്കണം, അതുകൊണ്ട്. ആർക്കും ഡൗട്ടില്ല മാം. സച്ചിനില്ലേ? സച്ചിന് ഡൗട്ട് ഉണ്ടോ സച്ചിൻ? ഇല്ല. ശരി, ലീജയ്ക്ക് സംശയം ഉണ്ടോ? ഇല്ല ചേച്ചി, നമ്മളങ്ങനെ കേസ് വരാത്തോണ്ട് പ്രത്യേകിച്ച് സംശയമില്ല. ചേച്ചി ഒന്നും കൂടെ ഇതില് കൊക്കയിലോട്ട് എത്തുന്ന വഴി പറഞ്ഞ് നമ്മള് സെൻസിറ്റീവ്, ചേച്ചിക്ക് ആ വന്ന കേസ് റോ 4 എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്തു. അത്രയും ഇത് വന്നത്. പിന്നെ സെൻസിറ്റിവിറ്റി ആയതുകൊണ്ടാണ് നമ്മള് പ്ലാന്റിലേക്ക് വന്നു. അങ്ങനെയാണ് ആ മാൽപീജിയൽസിലുള്ളതിൽ കിട്ടിയത് അല്ലേ? അങ്ങനെയല്ലേ ആ ഓർഡർ വന്നത്? ഓർഡർ അങ്ങനെ വന്നു, മൽപിജിയൽസ് വന്നു. പക്ഷെ അതർ സൈഡ് ഞാൻ ഒന്നുകൂടി ഡീപ്പർ ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ മോട്ടോ, ലൈഫിലെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ ഹയർ ലെവലിലേക്ക് എത്തണം. അപ്പൊ എങ്ങനെ ഹയർ ലെവലാം? പലതരത്തിൽ ഹയർ ലെവലാവാലോ. അങ്ങോട്ട് കഷ്ടപ്പെട്ട് തന്നെ ആ ഒരു ഹയർ ലെവലിൽ ഹാർഡ് വർക്കിംഗ് ആണ്, ഹയർ ലെവലിൽ എത്തുകയും ചെയ്തു. പക്ഷെ ഒരു സമയം വന്നപ്പോൾ പോരാ എന്നുള്ളൊരു തോന്നല്, കുറച്ചുകൂടി വർക്ക് ചെയ്യായിരുന്നു, എത്തിയത് പോരാ. അല്ലെങ്കിൽ എനിക്ക് ഓവർ വർക്ക് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമായി തുടങ്ങി. ഞാൻ എൻ്റെ എക്സ്പെക്റ്റേഷനിൽ ലൈഫ് എത്തിയില്ല. ഇതായിരുന്നു ബുദ്ധിമുട്ട്. ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, എൻ്റെ എക്സ്പെക്റ്റേഷൻ ഇപ്പോഴും മീറ്റ് ചെയ്തിട്ടില്ല. ഇവിടെയാണ് ഡിസീസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ബുദ്ധിമുട്ടാണ് കൊക്ക കിട്ടാൻ. എന്നുവെച്ചാൽ വളരെ അപൂർവമായിട്ടാണ് കൊക്ക നമുക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറേ മെഡിസിനിലേക്ക് വേറെ പോവും. സൾഫറൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ റോ 4 ഫിക്സ് ചെയ്താൽ പിന്നെ ഒരിക്കലും നമുക്ക് തെറ്റില്ല, മെഡിസിൻ തെറ്റില്ല. ഇതിൽ അറിയാത്തവരോട് പറയാണ്, എപ്പോഴും പീരിയോഡിക് ടേബിൾ കേസ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കൊരു വഴിയുണ്ടാവും. നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് വേറെ മെഡിസിൻസ് ചോദിക്കില്ല. ശരിക്കും ഇത് ക്രോൺസ് ഡിസീസാണ് കുറഞ്ഞേ. അപ്പോൾ അതൊരു 1.5 മാസം ആയിട്ടില്ലെന്ന് തോന്നുന്നു. 1 മാസം ഒരാഴ്ച കൂടെ ആയിട്ടുള്ളൂ, നല്ലോണം കുറഞ്ഞു. അവർ കുറേ അലോപ്പതി മെഡിസിനൊക്കെ 10-15 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നതാ. നന്നായിട്ട് കൺട്രോൾ ആവാൻ തുടങ്ങി. പിന്നെ പാനിക് സിറ്റുവേഷൻസും അതെ, വളരെ കൺട്രോൾഡാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത്. അങ്ങനത്തെ ആൻസൈറ്റികൾ, കാരണം ഇവിടെ തൊട്ടടുത്ത വീട്, വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരായിരുന്നു. പക്ഷെ വളരെ നന്നായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞവര്. ഈ ഹമീദ എന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല, എനിക്ക് അറിയുന്നില്ല. ഡോക്ടർ ഹമീദ, ആരൊക്കെയോ പുതിയ ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഉണ്ടോ സംശയം? എവിടെയാ ഹമീദ? എവിടെയാ വർക്ക് ചെയ്യണേ? ഇടമുട്ടാണ് ഡോക്ടർ, തൃശ്ശൂർ. എവിടെ? തൃപ്രയാറ്. ശരി. അപ്പോൾ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. ഞാൻ സിമ്പിൾ മെഡിസിൻ എടുത്തു. അവിടെ OP ഉണ്ടായിരുന്നു, സമയമില്ല, എനിക്ക് ഇറങ്ങാറായി. ഇനി ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ?
ഞാൻ ഫേസ്ബുക്കിൽ കുറച്ച് കേസസ് ഇടാം കേട്ടോ. ബ്ലോസത്തിലാകുമ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽ അങ്ങനെ പോവില്ലേ. ഇപ്പോൾ ഫേസ്ബുക്കിലേക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിനേക്കാളും ഫേസ്ബുക്കാണ് കുറച്ചുകൂടി അത്. അപ്പോൾ ബ്ലോസ് ആക്കാം, പക്ഷെ ആ ഫേസ്ബുക്ക് കൂടി ഒന്ന് നോക്കിക്കോളൂ. നമ്മളിങ്ങനെ ആഴ്ചയിൽ 2 കേസൊക്കെ ഇട്ടിട്ട് പോവാം. കുറേ പേർക്ക് അപ്പോൾ റെപ്പർട്ടറൈസ് ചെയ്യാം. ഒരു മെറ്റീരിയൽ ആവും അത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ബൈ.